ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ എന്താ ഞാനിവിടെ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ, ഞാനവിടെ വളം ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടില്ല. ഇതിനിടയ്ക്കത്തെ ആ വളം, അതാ വളം കണ്ടോ, ആ വളം കണ്ടോ, അതിൻ്റെ ആ വളത്തിൽ നിറയെ ഞാൻ പകുതി വരെ ആക്കിയതല്ലേ ഉള്ളൂ. ഇതിൻ്റെ നിറയെ വെള്ളം ഒഴിച്ച് വെച്ചു. വേണ്ട, ആ വെള്ളം ഒഴിച്ച് നിറച്ചു ആക്കി. ഇനിയിപ്പം ഇത് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാനാണ് ഇപ്പം പോകുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്കിത് ഒഴിച്ച് കൊടുക്കാമല്ലോ. ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളിത് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനത് ഒഴിക്കാൻ നോക്കട്ടെ. കണ്ടോ, ഇതിപ്പോൾ ഇതിനെ കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ചെറിയാണ്. ഇത് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ പച്ചക്കറി പായുന്നതറിയില്ല. കുറേശ്ശെ ചായൽ പോകാതെ വെച്ചിൽ ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ പയറിനാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. പയറിന് ഒഴിച്ച് കൊടുക്കാനാവും. പയറിന് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് മറ്റേ ഒഴിക്കാം. കണ്ടില്ലേ, ഈ പയറിന് നമുക്ക് ഒഴിച്ച് കൊടുത്ത്, പയറ് കണ്ടില്ലേ, പയറ് നല്ലോണം നന്നായിട്ടുണ്ട്. ഇനി ഇത് വേഗം കായ് നല്ലപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കായ് പൂക്കുന്നത്. പൂത്ത കായ് തേച്ച് ബാക്കി കിട്ടണം. അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടല്ലോ അങ്ങ് പോയിക്കളി, പിന്നെ അടിഞ്ഞു പോകും, പൂ അടിഞ്ഞു പോകും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പൂ അടിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല അടിപൊളി വളമായത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, അത് ആക്കി വെച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇത് വളം ഉണ്ടാക്കുക. കായ് നല്ലോണം കായ് പിടിക്കാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂ നല്ലോണം പൂത്തിട്ട് പൂക്കളും കായ് തേച്ച് ഇങ്ങോട്ട് വരും. ഇപ്പം കണ്ടല്ലോ, കുറച്ചിങ്ങോട്ട് ഇട്ട് വെക്കാം. ഇപ്പം കണ്ടില്ലേ, നമുക്കിതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമല്ലോ. ഇങ്ങോട്ട് ഇതിനൊഴിച്ച് കൊടുക്കാമല്ലോ. തേച്ച് ഒഴിച്ച് കൊടുക്കണ്ടല്ലോ. പയറ് നല്ലപോലെ ഉണ്ടായിത്തന്നെ എല്ലാം ഒരുപോലെ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വളം ഇപ്പം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ കാരണം. കണ്ടില്ലേ, നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കാണുമ്പോൾ തന്നെ നല്ല ശരിയാണ്, നല്ല വാസനയുണ്ട്, നല്ലോണം മാറ്റമുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇത് വളമല്ലേ വേണ്ടത്. ഇപ്പം നാളികേരൊന്നും താങ്ങില്ല. നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് മരുന്ന് ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് അവിടുത്തെ അതിന് ഓരോരോ മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് എടുത്ത് കൊടുക്കുക വേണ്ടത്. ഇതിപ്പോൾ തൽക്കാലം ഇത് മതി. ഈ വളം ഉണ്ടായാലും കുറച്ച് ദിവസത്തെ ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യം ഇതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് ഇതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് പിടിക്കുമല്ലോ. ഇത് വേഗം പിന്നെ ബാഗിൽ മാത്രമല്ലേ, ബാഗിലായതുകൊണ്ട് ഒരുപാട് വളങ്ങൾ വേണം. ബാഗിൽ നമ്മൾ കൊടുത്ത വളയിലേ കാണുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പം പിന്നെ കൊടുക്കാത്ത നമ്മൾ ഈ നിലത്താണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഏത് വളം കൊടുത്താലും അത് അവർക്ക് മണ്ണിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ വളം വേറെ വരും. അതുകൊണ്ടാണ് ഇത് ഈ ബാഗിൽ വളം കൊടുക്കുന്നത് ആഴ്ചക്കാഴ്ചക്കും കൊടുക്കേണ്ടി വരുന്നത്. കുറച്ചേ കൊടുക്കണ്ടു, പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കും പോലെ കൊടുക്കൊന്നും വേണ്ട, കുറച്ചേ വയ്ക്കുള്ളൂ. പുറത്താണെങ്കിൽ ഇപ്പം ഒരുപാട് വയ്ക്കണം. അതുകൊണ്ട് കുറേ ദിവസമൊക്കെ അത് പറ്റും. നമുക്ക് ഇതിപ്പം പുറത്ത് വയ്ക്കുന്നതല്ല, അതുകൊണ്ട് കുറേശ്ശേ വയ്ക്കാൻ കഴിയും. വെച്ച് കൊടുത്താലത് പുറത്തായി പോവും ബാഗിലായതുകൊണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിതിപ്പം ഇനി ഒഴിച്ച് കൊടുക്കാമല്ലോ. ഈ കക്കിരിക്കും കൂടി ഒഴിക്കാം. ഇത് കണ്ടില്ലേ, പയറിന് ഒഴിച്ചു. ഇനി കയ്പക്കും കക്കിരിക്കും കൂടി ഒഴിക്കാം. കാണിച്ചു തരാമല്ലോ.
ഇത് കൊടുത്തല്ലോ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പയറിനും അല്ലെങ്കിൽ തക്കാളിക്ക് പയറിന് വളം കൊടുത്തുനിന്ന് നിങ്ങൾ ചാണകങ്ങൾക്ക് കൊടുക്കുന്ന കണ്ടില്ലേ നിങ്ങൾ. ഇനിയിപ്പോൾ ഈ തക്കാളിക്ക് ഞാനൊന്ന് കെട്ടി കൊടുക്കട്ടെ. ഇതാ തേച്ച് ഉടഞ്ഞ് വീഴാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു കൊമ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഒന്ന് കയറ് കീറിയിട്ട് കെട്ടി കൊടുക്കട്ടെ. ഇത് മേലോട്ട് പിടിച്ച് കെട്ടിയിട്ടില്ലേ കണ്ടല്ലോ, ഇതങ്ങ് ഒടിഞ്ഞു പോകും. ഭയങ്കര വെയിറ്റാവും. തല ഭയങ്കര വെയിറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, പൂത്തിട്ടെല്ലാം കൂടി വരുമ്പോൾ ഇതങ്ങ് ഒടിഞ്ഞ് വീണ് പോകും. അന്നേരം ഒടിഞ്ഞ് വീണാൽ പിന്നെ പൊട്ടിപ്പോവും. ഒന്ന് പൊട്ടിപ്പോയി, എന്നിട്ട് തല പൊട്ടിപ്പോയി ആടാ. അവിടെ ഇതൊന്ന് കെട്ടി കൊടുക്കട്ടെ. വാഴനാരില്ല, വാഴനാര് പൊളിച്ചിട്ടിടണം അത്രേ. പൊളിച്ചിട്ടിട്ടാൽ നല്ല വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുത്താൽ മതി. അല്ലെ പാളയോ, ഒരു പാളിയുമില്ല, പാളിയൊരു കുണം പോരാ. അതുകൊണ്ടാണ് ഇതിപ്പോൾ കണ്ടില്ല. ഇതേപോലെ ഇതിങ്ങനെ പോകുന്നുണ്ടോ, ഇതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവും. ഈ തലയെല്ലാം അടക്കം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വീണ് പോയ. ഒടിഞ്ഞ് വീണ് പോയാലെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടക്കേ കെട്ടിക്കൊടുക്കണം. ഇത് ഇന്ന് ഒരു ദിവസം ഒന്നും കെട്ടിക്കൊടുത്താൽ പോരാ. ഇത് മേലോളം എത്തുന്നേനെ കെട്ടിക്കൊടുത്തു കൊടുക്കണം. വളർന്നു കൊടുക്കും. ഞാൻ ഈ വളമെല്ലാം കൊടുക്കുമ്പോൾ നല്ലപോലെ വളർന്ന് മേലോട്ട് എത്തും. ഞാനിത് പ്രൂണിങ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പ്രൂണിങ് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഇത് വളർന്നു പോയി. അന്നേരം ചെറിയതായിപ്പോയി. പിന്നെ നോക്കുമ്പോൾ പറ്റിയില്ല. അതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇപ്പം ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുക. ഇത് കണ്ടോ, പാടെ ഉയരം വെച്ച് പോയി. കണ്ടില്ലേ, ഇതേപോലെ കയറെടുത്തിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തില്ലെന്ന് വെച്ചാൽ ഇത് തല കണ്ട ഒടിഞ്ഞ് പോകുന്നു. ഇത് ആടെ ഒന്ന് പൊട്ടി കഷ്ണം കഴിഞ്ഞ് വീണു. ഞാൻ അടുത്ത് അതിൻ്റെ തലയാടെ താഴെ കുത്തിയിട്ടുണ്ട്. ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യിക്കട്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചിട്ട്. നല്ല തല, നല്ല മേലത്തെ തലയാണ് പൊട്ടിയത്. അല്ലെങ്കിൽ തക്കാളി ഉണ്ടാവാൻ പോകുന്ന തലയാണ് പൊട്ടിയിട്ടില്ല. അത് കണ്ടോ, ഇതേപോലെ കെട്ടിക്കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് മേലെ ഇത് വരുമ്പോൾ ഇതിൻ്റെ മേലെ ആദ്യം കെട്ടിക്കൊടുക്കണം. വന്നു കൊടുക്കുമ്പോൾ ഈ തക്കാളിക്കാണ് കുറേ അധികം കെട്ടിക്കൊടുക്കേണ്ടത്. ഇങ്ങനെ എല്ലാവരും കെട്ടിക്കൊടുക്കും. അന്നേരം തക്കാളീനെ പോലെ മറ്റുള്ളതിന് ഇത്ര ശക്തി കുറവുണ്ട്. തക്കാളീൻ്റെ അത് വേഗം നല്ല തല കനം വരും. ആ കനത്തോടെ വരുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് വൈകിപ്പോയി, കുറച്ച് മൂത്തുപോയി. കഴിഞ്ഞ ആഴ്ച കെട്ടിക്കൊടുത്തതേ ഉള്ളൂ. അതാണ് പറ്റിയത്. ഒരു തല പോയി നോക്കുമ്പോൾ തന്നെ വിഷമമായി. നല്ല തലയാണ് ഉണ്ടാ. ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മേലത്തെ തല ഒടിയില്ല. ഇനിയിപ്പം ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ അപ്പോടെ മേലെ കെട്ടിക്കൊടുക്കാം. ഒരു കെട്ടും കൂടി കെടുക്കണം. ഈ ആഴ്ച കഴിയുമ്പോഴേക്ക് ആദ്യം മറ്റേ കെട്ട് കെട്ടാനാവും. അതില്ലേ, ഇതേപോലെ ഇതും കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ താഴോട്ടായിപ്പോയി. കെട്ട് വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കെട്ട് കൊടുക്കണം. എത്രയാണ് തക്കാളി വളരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയും വേണം. ഇനിയിപ്പോൾ ഇനി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടല്ലോ, ഒടിഞ്ഞ് വീണ് പോയാ പിന്നെ നമ്മളതിനെ നോക്കിയിട്ട് കാര്യമില്ല. അത് പിന്നെ പോയി. അതാണ്. ഇതേപോലെ നമ്മളോട്ട് കെട്ടിയാടെ കൊടുക്കുക. എന്താണെന്നറിയില്ല, ഇതിനൊരു വളർച്ച കുറവ് പോലെ ഒരു കുരുടിപ്പ് വരുന്നുണ്ടോന്നൊരു സംശയം. മുരടിപ്പ് വരുന്നുണ്ടോ എന്നൊരു ശങ്ക എനിക്ക്. ഞാൻ ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് മരുന്ന് അടിക്കാണ്ട് വെക്കുന്നത്. വളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മേലെ മരുന്ന് അടിക്കാതെ വന്നത്. ഇനിയിപ്പോൾ ഈ കണക്ക് നോക്കുമ്പോൾ ഇപ്പം മരുന്ന് അടിക്കേണ്ടി വരും. ഇപ്പം കണ്ടില്ലേ, കണ്ടോ ഇതുപോലെ. ഇത് കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഇതേപോലെ എല്ലാം കെട്ടി കൊടുക്കുക. ഇനി ഇത് മാത്രമൊന്നല്ല, എല്ലാം കെട്ടിക്കൊടുക്കണം. അതിൻ്റെ അകത്ത് പയറിൻ്റെ താലോലിയും മറ്റേ കുക്കുംബറും എല്ലാം കെട്ടിക്കൊടുക്കണം. അതെല്ലാം തല കെട്ടിക്കൊടുത്തില്ലെങ്കിൽ താഴോട്ട് വീണ് പോയാൽ പിന്നെ പന്തലുമ്പോൾ കയറുന്നവരെ നമ്മൾ കെട്ടണം അതിനെ. പിന്നെ നമ്മൾ തല പിടിച്ച് എടുത്ത് തല വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്നും വേണ്ട. ഇപ്പോൾ കണ്ടില്ല, ഇതേപോലെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ കാണുന്നില്ല, ഏതാ ഒടിഞ്ഞ് കിടക്കുന്ന ഇന്നൊന്ന് നേരത്തെ ഇടുന്ന് ആദ്യം ഒടിയാൻ പോകുന്നുണ്ട്. ഇത് ഇന്ന് കെട്ടിയിട്ടില്ലെങ്കിൽ നാളേക്ക് ഇത് ഒടിഞ്ഞു പോകും. കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഉറുമ്പുണ്ട്. ഉറുമ്പാണ്, ഒത്തിരി ഉറുമ്പാണ്. കണ്ടില്ല, ഇതേപോലെ വെച്ച് ഇത് വേണ്ട. ഇതാ ഇതേപോലെ എന്നോളം തന്നെ ആയി. തക്കാളി എൻ്റെ അത്ര തന്നെ ആയി, ഉയരായി.
ഇത് കണ്ടല്ലോ, ഇതേപോലെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്താൽ അതങ്ങ് ഓടിയില്ല. ഇനിയിപ്പം കായ് ഉണ്ടാകുമ്പോൾ ഇനിയിപ്പം പൂത്തിട്ട് കായ് വിരിയാൻ തുടങ്ങി. കായ് വിരിയാൻ തുടങ്ങിയാലെന്ന് വെച്ചാൽ ആ കായ് ഭയങ്കര വെയിറ്റ് ഉണ്ടാവില്ലേ, അന്നേരം കൈ അടക്കം ഒടിഞ്ഞു വീണു പോകും. ഇതിൻ്റെ കയ്യാണ് പൊട്ടിപ്പോയത്. കണ്ടോ, ഇത് പൊട്ടിപ്പോയി. എനിക്ക് പാള വീണിട്ടാണോ പൊട്ടിയെന്ന് അറിയില്ല. കണ്ടില്ല, ഇതേപോലെ വെട്ടിക്കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഞാനിത് തക്കാളി കെട്ടി കൊടുത്തു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.